നാട്ടീന്ന് കൊണ്ടുവന്ന പെട്ടി മാത്രല്ല ഞമ്മക്കിന്ന് കുറച്ച് വിരുന്നുകാരും ഉണ്ട്. ഇവൻ കുളിച്ചു കുട്ടപ്പനായി നിൽക്കുന്നത് ഇവരെ കാണാനാണെങ്കിൽ ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് ഓരോ കയ്യിലുള്ള പെട്ടി പൊട്ടിക്കാനാ. അതിന് മാത്രം അതിൽ എന്തെന്നാന്നല്ലേ, പൊട്ടിച്ചപ്പോ തന്നെ മേലെ മൊത്തം ചാമ്പക്കായിരുന്നു. ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് ആശാനും സഹായിക്കാനെത്തി. അങ്ങനെ ചാമ്പക്ക ഒരു ഭാഗത്തേക്ക് മറ്റിട്ട് ഞമ്മക്ക് അടുത്തായിട്ട് നോക്കാം. പിന്നെ ഒരു കുപ്പി അച്ചാറും അതിന്റെ പുറകില് ഒരു കവർ നിറച്ചും വാങ്ങിയായിരുന്നു. പിന്നെ എന്റെ ഏറ്റവും ഫേവറേറ്റ് ചക്ക. സമ്മർ വെക്കേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോഴും മനസ്സിൽ ഓർമ്മ വരിക ഈ ഐറ്റംസ് ഒക്കെയാണ്. മൂപ്പർക്ക് ഇതൊക്കെ പുതുമയുള്ളതാണ്. കൂടെ കളിക്കാൻ പുതിയ ആൾക്കാരെന്ന പോലെയില്ലാണ് ആശാന്. ഓരവിടെ കളിക്കുമ്പോഴത്തേക്ക് നമുക്ക് വിരുന്നുകാർക്കുള്ള സ്പെഷ്യൽ ഉണ്ടാക്കാം. ഇന്ന് കപ്സയാണ് ഉണ്ടാക്കിയത്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് ഒന്ന് നടക്കാനിറങ്ങാന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, ഓന്റെ പുറകിൽ ഇതാ ഇങ്ങനെ അങ്ങ് ഓടുക. ഓടി ഓടി നമുക്ക് എല്ലാവർക്കും മടുക്കുമ്പോ തിരിച്ചു റൂമിലോട്ട് വരിക. ഇടയ്ക്ക് ഇങ്ങനെ ഒരു സ്റ്റോപ്പ് ഇടും ചെരുപ്പിന്റെ ഉള്ളിൽ മണൽ കയറുമ്പോ. പട്ടി ഇറക്കുന്ന സൗണ്ട് കേട്ടപ്പോ പേടിച്ച് നമ്മളടുത്തേക്ക് വരുന്ന വിചാരിച്ചേ, എവിടെ ആശാനൊരു കൂസലുമില്ല. പിന്നെ അവിടെ പടക്കവും പൂത്തിരിയൊക്കെ പൊട്ടിക്കുന്ന സൗണ്ട് കേട്ടിട്ട് ഓനിക്ക് അങ്ങോട്ട് പോകണം. വേറെ ഒരു വഴി ഇല്ലാത്തോണ്ട് ദാ ഇതേപോലെ തൂക്കിയെടുത്ത് കൊണ്ടുവരേണ്ടി വന്നു. അപ്പം നാളെ കാണാം. പിന്നെ ഇഷ്ടമായ ഫോളോയിലേക്ക് മറക്കല്ലേ കേട്ടോ. ബൈ.